Hi friends, എല്ലാവർക്കും നമസ്കാരം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. നിങ്ങൾ സാംസങ്ങിന്റെ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഫോണിനകത്ത് സാംസങ് മെസ്സേജസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക. ഒരുപക്ഷേ നിങ്ങളുടെ ഫോട്ടോകൾ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ അറിയാതെ പോലും എത്തിയേക്കും. ഇത് സംബന്ധിച്ചുള്ള ഒരുപാട് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഓൺലൈനിൽ വന്നുകൊണ്ടിരിക്കുന്നത്. reddit.com-ൽ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ അവരുടെ ഫോട്ടോകൾ ഈ ഒരു സാംസങ് മെസ്സേജസ് ആപ്ലിക്കേഷൻ വഴി മറ്റുള്ളവരിലേക്ക് സെൻഡ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ 1-2 ഫോട്ടോകളല്ല സെൻഡ് ആവുന്നത്. ഗാലറിയിലുള്ള കംപ്ലീറ്റ് പിക്ചറുകൾ മറ്റുള്ളവരിലേക്ക് ഇതേ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന മറ്റുള്ളവരിലേക്ക് അറിയാതെ സെൻഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ഞാൻ വായിക്കാം. ലാസ്റ്റ് നൈറ്റ് അറൌണ്ട് 2:30 AM my phone sent here my entire photo gallery over text but there was no record of it on my messages app. However, there was a record of it on T-Mobile logs. Why would this happen? അതായത് ഇയാളുടെ ഗാലറിയിലുള്ള കംപ്ലീറ്റ് ഫോട്ടോകൾ അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ടിന് സെൻഡ് ചെയ്യപ്പെട്ടു രാത്രി ഒരു 2:30 മണിയായപ്പോൾ. എന്നാൽ മെസ്സേജിംഗ് ആപ്ലിക്കേഷനകത്ത് ഇത്തരത്തിലുള്ള റെക്കോർഡ്സുകളൊന്നും കാണുന്നില്ല. എന്നാൽ T-Mobile ആ ഒരു മൊബൈൽ കമ്പനിയുമായിട്ട് നെറ്റ്വർക്ക് കമ്പനിയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഇത്തരത്തിൽ ഇമേജുകൾ സെൻഡ് ചെയ്തതായിട്ട് റെക്കോർഡുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബഗ് ആവാനാണ് സാധ്യത എന്നാണ് ടെക് എക്സ്പെർട്സ് ഒക്കെ പറയുന്നത്. കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആരൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷനുള്ള സാംസങ് ഫോണുകൾ ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല. ഇനി ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ ആപ്ലിക്കേഷൻ ഫുൾ സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷനകത്തുള്ള ആ ഒരു പെർമിഷൻ നിങ്ങൾ റിമൂവ് ചെയ്ത് കൊടുക്കുക. ഇത് സാംസങ്ങിന്റെ ഡിഫോൾട്ട് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് ചെയ്താലും ഓട്ടോമാറ്റിക് ആയിട്ട് അത് റീസ്റ്റാർട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിന്റെ പെർമിഷൻ തീർച്ചയായിട്ടും റിമൂവ് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക, അവിടെ ആപ്ലിക്കേഷൻസ് എടുക്കുക. അവിടെ നിങ്ങൾക്ക് സാംസങ് മെസ്സേജസ് എന്ന ആ ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ പെർമിഷൻ എടുക്കുക, ശേഷം സ്റ്റോറേജ് എടുക്കുക. അങ്ങനെ ആ സ്റ്റോറേജ് ഈ ഒരു ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യുന്നതിൽ നിന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷന് നിങ്ങളുടെ ഫോണിന്റെ സ്റ്റോറേജ് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷന് ഓട്ടോമാറ്റിക് ആയിട്ട് ഫോട്ടോകൾ സെൻഡ് ചെയ്യാൻ സാധിക്കില്ല. ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ ഏതാണ്? നിങ്ങളുടെ ഫോണിനകത്ത് ഈ ആപ്ലിക്കേഷൻ ഉണ്ടോ? അത് ഈ വീഡിയോയിലൂടെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ഐക്കൺ വെല്ലുവിളി വയ്ക്കുക. കൂടാതെ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോകൾ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോയെ കുറിച്ച് അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അതും കൂടെ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു നല്ല വീഡിയോയിൽ കാണാം. ബൈ.